എന്ത് പറ്റി? ഗസ്റ്റ് ഹൗസിൽ വന്ന് കയറിയപ്പോ കാർത്തിയേട്ടന് വട്ടായോ? അതെ, വട്ട്. ഫുൾ ഫ്രീഡം കിട്ടിയതിന്റെ വട്ട്. ഈ മുറിയില് ഞാനും എന്റെ മീനാക്ഷിയും മാത്രം. ഇതെന്ത് തമാശ? ഇത്രയും നാളും ഞാനും കാർത്തിയേട്ടനും ചെമ്പകമംഗലത്ത് ഒരു മുറിയിൽ തനിച്ചല്ലായിരുന്നോ? അത് ചെമ്പകമംഗലം, ഇത് ഗസ്റ്റ് ഹൗസ്. ഇതൊരു ഹണിമൂൺ ട്രിപ്പാണെന്ന് അറിഞ്ഞൂടെ? ഹണിമൂൺ എന്ന് കേക്കണ്ട താമസം. ദേ കലാപരിപാടികൾ തുടങ്ങി. നമുക്ക് കുറെ നേരം ഈ ഗസ്റ്റ് ഹൗസിലും ഇതിന്റെ മുറ്റത്തെ ലോണിലും ഒക്കെ സ്വൈരവിഹാരം നടത്തണം. അത്രയും നേരം നമുക്ക് കുഞ്ഞിനെ മൈഥിലിയെ ഏൽപ്പിക്കാം. അത് വേണ്ട കാർത്തിയേട്ടാ. വേണം. അവളിപ്പോഴേ നമ്മളെ സെർവന്റാ. കുഞ്ഞിനെ അവള് നോക്കട്ടെ. ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി സ്വതന്ത്രമായി ആടിപ്പാടി നടക്കണമെന്ന് ഞാൻ എത്ര നാളായിട്ട് വിചാരിക്കുന്നു. ആടിപ്പാടി നടക്കുന്നെന്നോ? ആരാടുന്നു? ആര് പാടുന്നു? അതൊരു പോയം പോലെ ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇവിടം കൊണ്ട് തീരുന്നില്ല. എല്ലാ മാസവും നമ്മൾ ഓരോ ട്രിപ്പ് പോവും. ഊട്ടിയിലും കൊടൈക്കനാലും മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസിൽ വരെ. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവളും അവനും കൂടി മേഞ്ഞു നടക്കുന്നു. ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. കാർത്തിയേട്ടാ. എന്താ മീനാക്ഷി? ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിലേക്ക് ടൂർ വന്ന റിച്ചാർഡ് സായിപ്പും മാർഗരറ്റ് മദാമയും അല്ല നമ്മൾ രണ്ടുപേരും. ഒരു ACPയും അങ്ങേരുടെ ഭാര്യയുമാ. കുറച്ച് ഡിസിപ്ലിനൊക്കെ പാലിക്കണം. ഇതേ കേരളമാ. എന്നെ ഒരു സെർവന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഇതൊന്നും വേണ്ട. മൈഥിലി, എടാ, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചതല്ലേ? ഞങ്ങളിപ്പോ ഈ ഗസ്റ്റ് ഹൗസിലാ. ഞാനിപ്പോ എന്താ വേണ്ടത്? ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേടാ. അവളും അവനും കൂടി ഇതിനകത്ത് കിടന്ന് വിലസ് പ്രേമിച്ച് തകർക്കുന്നു. നീ ഉടനെ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ജീവിതം തകർത്തിട്ട് അവരങ്ങനെ സന്തോഷിക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നീ ഫോൺ വയ്ക്ക്. വൈശാഖേ, നീ ഇത് എവിടെയാടാ? ഞാൻ ഈ ടൗണിലുണ്ട് ചേച്ചി. നീ വല്ല അത്യാവശ്യ കാര്യം പറയാനായിട്ടാണോ വിളിച്ചേ? അതെ ചേച്ചി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നാ ആദ്യം അക്കാര്യം ഇങ്ങോട്ട് പറ. ഈ മാമലക്കാവ് പൂമ്പാടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലെ പെട്ടെന്നൊരു റൂം കിട്ടാനായിട്ട് എന്താ ഒരു വഴി? ഓ, അതാണോ പ്രയാസം? ഞാൻ IG കൊണ്ട് വിളിച്ച് പറയിക്കാടാ. നീ പോയി റൂം എടുത്തോ. അല്ല, എന്താടാ ഇത്ര അത്യാവശ്യം? അറിഞ്ഞില്ലേ, പടകളെല്ലാം കൂടി അങ്ങോട്ട് പോയിരിക്കാം ഹണിമൂണിന്. വിവരങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് പറയടാ. ഒറ്റ കാര്യം മാത്രം, മീനാക്ഷിക്ക് മാത്രം ഒന്നും സംഭവിക്കരുത്. അവൾ എന്റെ മകളാ. ആ ജയറാമിനെയും നന്ദിനിയും നീ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. ബാക്കിയെല്ലാം ഞാനേറ്റു.
ശരി ചേച്ചി. ഞങ്ങൾ തീർക്കാൻ പോകുന്നത് മീനാക്ഷിയാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കള്ളത്തരം പറയാം. എന്താ പേര്? വൈശാഖ്. ഫോൺ നമ്പർ? ചെന്നാ മതി. വാ ഒരു സാർ. ഇവൻ എന്താ ഫോൺ എടുക്കാത്ത? ആ മൈഥിലി, വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താടാ? ഞാനിവിടെ എത്തി. ഇപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിന്റെ റൂം നമ്പർ എത്രയാ? 15. നീ ഇവിടെ വന്ന വിവരം ഒരു മനുഷ്യരറിയരുത് കേട്ടോ. ഇല്ല മൈഥിലി. ഹലോ. ആരായിരുന്നു ഫോണിൽ? അതെന്റെ ഒരു ഫ്രണ്ടാ, സൈറ. കോളേജിൽ ഞങ്ങള് ഒരു ബാച്ചായിരുന്നു. സൈറയോ? അങ്ങനൊരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് കാർത്തിയോട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിനെ മുറിക്കകത്തുകൊണ്ടുപോയി പാല് കൊടുത്തിട്ട് വേഗം തിരിച്ചു കൊണ്ടുവാ. ഞാനിവിടെ നിൽക്കാം. ഏത് സേറ? ഇവള് കള്ളമല്ലേ പറഞ്ഞത്? ദൈവമേ, ആരും കാണല്ലേ. എന്തേലും വേണം മാഡം? ഒന്നും വേണ്ട, ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. മൈഥിലിയായിരിക്കും. വാ, വേഗം കേറ്. അടക്കി. ആരും കണ്ടില്ലല്ലോ അല്ലേ? അത് ശരി, നീ ഇതിനകത്ത് വന്ന് കേറിയപ്പോഴേ വെള്ളം ഓടി തുടങ്ങിയോടാ. എന്തിനും ഏതിനും ഒരു രസമൊക്കെ വേണ്ട മൈഥിലി. രസം? എടാ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളുമായിട്ടാ. പ്രത്യേകിച്ച് നീ. അത് വെള്ളം അടിച്ച് നീ കുളം ആക്കല്ലേ വൈശാഖേ.
നീ പേടിക്കാതെ മൈഥിലി. എൻ്റെ ലക്ഷ്യമൊക്കെ കൃത്യമായിട്ടും വിജിലൻ്റുമായിട്ടും ഞാൻ നടത്തിയിരിക്കും. ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഹണിമൂണിന്. നമ്മളും ഇന്ന് ഹണിമൂൺ ആഘോഷിക്കുന്നു. വൈശാഖേ, ഒളിച്ചോട്ടക്കാലത്ത് നിന്നെ ഒന്ന് തൊടാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിൽ മുഴുവനും തീയായിരുന്നു. പിന്നെ നിന്റെ പ്രസവ ശുശ്രൂഷ. ഇന്നെന്തായാലും നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം. അവർക്ക് മാത്രം പോരല്ലോ ഹണിമൂൺ. ഇവിടെ വൈശാഖേ, ഞാൻ അവരുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാനാ. കുഞ്ഞിന് 1 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കണം. ഛേ, അതൊന്നും സാരയില്ല. കുഞ്ഞിനോട് പോയി പണി നോക്കാൻ പറ. നീ ഇപ്പോഴേ ഫിറ്റാ. ദൈവമേ, ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവൂ. നീ ഇങ്ങനെ പേടിക്കാതെ മൈഥിലി. ഞാനും നീയും കപ്പിൾസാ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് അങ്ങ് കരുതിയാൽ മതി. വാ, വേഗം കേറ്. സർ, എന്താ വെള്ളം. ഞാൻ വെള്ളം ഇറങ്ങാതെ ചത്തു കിടക്കുകയാണെന്ന് വിചാരിച്ച? ഒന്ന് ഇറങ്ങിപ്പോവോ? പോ. മൈലി, അതാ റൂം സർവീസ്. നീ വാ. എടാ വൈശാഖേ, നീ ബോധമില്ലാതെ ഇവിടെ നടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. എടീ, അത് കുഴപ്പമില്ലടീ. ആ, നീ എഴുന്നേറ്റ്. നീ എഴുന്നേറ്റ് വാ. എഴുന്നേക്ക് വൈശാഖേ. ഇരിക്കെ. മൈഥിലി, മൈഥിലി. ഇവിടെ ഈ മുറിയും പൂട്ടിയിട്ട് ഇത് എവിടെ പോയിരിക്കുക? അവളാ വൈശാഖിനെ തിരിച്ചു വിളിച്ച് അവന്റെ കൂടെ പിന്നെയും ഓടിക്കാണും. യൂസ്ലെസ്. കുഞ്ഞ് വിശന്ന് തളർന്നു. ഇനി ഇതിന് പാല് കൊടുക്കാൻ എന്ത് ചെയ്യും? അയ്യോ ദൈവമേ, ചതിച്ചെന്നാ തോന്നുന്ന. അവരെന്നെ തിരക്കാൻ നിൽക്കുന്ന. എന്ത് മറുപടി പറയും? ഇങ്ങനെ ഒരു വഞ്ചകയുടെ മുലപ്പാല് എന്റെ കുഞ്ഞു കുടിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആ സ്റ്റാഫിനോട് തിരക്കാം അവളെ കണ്ടോന്ന്. അയ്യോ, അവര് വേറെ വഴിക്ക് പോയി. മീനാക്ഷി, നമുക്ക് മുറിയിലേക്ക് പോവാം. അവള് വരട്ടെ. വാ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും അവരവർ പഠിച്ചതേ ചെയ്യും. അവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി കാണും. എന്തായാലും അവളിനി വൈശാഖിന്റെ കൂടെ ഒളിച്ചോടി പോവില്ല. അവന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനവള് സത്യം വല്ലതും പറയൂ കാർത്തിയേട്ടാ. നീരും നിറിയില്ലാത്തവൾ. ഈ വൈശാഖും ഇവളും തമ്മില് തെറ്റിപ്പിരിഞ്ഞ കഥ സത്യമാണോന്ന് ആർക്കറിയാം? ആരായിരുന്നു ഫോണില്? അതെന്റെ ഒരു ഫ്രണ്ടാ, സൈറ. സൈറയോ? അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് കാർത്തിയോട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അവൾക്ക് എന്തോ കള്ളത്തരമൊക്കെ ഉണ്ട്.
അക്കാര്യത്തില് നോ ഡൗട്ട്. അവളുടെ മനസ്സിൽ നിറയെ കള്ളത്തരവാ. കുഞ്ഞിന്റെ കിടപ്പ് കണ്ടില്ല, കഷ്ടം. ACP കാർത്തിക, പറയൂ സാർ. ഞങ്ങളുടെ കൂടെ വന്ന സ്ത്രീ പുറത്തേക്ക് പോയിരുന്നു? ഇല്ല സാർ, ഞാൻ ഒരുപാട് നേരമായി റിസപ്ഷനിൽ തന്നെ ഉണ്ട്. ആരും പോയിട്ടില്ല. ശരി. ആ, പിന്നെ ഇത് ഇവള് എവിടെ പോയി? കുഞ്ഞിന് പാല് കൊടുക്കാറായോ? നീ എവിടെ തന്നെ തിരിവായിരുന്നോ ഇത്രയും നേരം? ഈ കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? എന്നുവെച്ചാ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, നിങ്ങളുടെ അടിമയൊന്നും അല്ലല്ലോ ഞാൻ. എന്താ മൈഥിലി ഇത്? നീ അടിമയാണെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ നിന്നെ കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുഞ്ഞിതാ വിശന്ന് തളർന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. നിനക്കതിൽ സങ്കടമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് വിഷമമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദേ, തർക്കിക്കാൻ വരല്ലേ. തർക്കിക്കാൻ വന്ന എന്റെ തനി സ്വഭാവം നീ അറിയും. ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് പോയതാ. ആ പിന്നെ, നീ ദിവസവും കാറ്റാടി തണലല്ലേ കിടക്കുന്നത്. മതി മതി, ഇപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കും. ബാക്കി കാര്യം പിന്നെ നോക്കാം. പിന്നെ ശാസിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വേലക്കാരിയല്ലേ? എന്താടി പറഞ്ഞേ? എന്ത് പറഞ്ഞെന്ന്? എന്താണ് നീ പറഞ്ഞേ? മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി വിട്. മീനാക്ഷി വിട്, വിട്. മീനാക്ഷി, മീനാക്ഷി വിടാൻ, വിട്. എന്താ മീനാക്ഷി ഇത്? ഒന്ന് സമാധാനപ്പെട്. എന്റെ കുഞ്ഞ് വിശന്ന് കരയുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. അപ്പൊ എന്റെ കൺട്രോൾ പോവും. പോട്ടെ പോട്ടെ, വിട്. മൈഥിലി, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. കുഞ്ഞിനെ നിന്റെ മുറിയെ കൊണ്ടുപോയി വേഗം പാല് കൊടുക്ക. പിന്നെ മറ്റൊരു കാര്യം കൂടി, നീ എവിടെ പോയാലും മീനാക്ഷിയുടെ അനുവാദം ചോദിച്ചിട്ട് വേണം പോവാൻ. മനസ്സിലായോ? എന്നുവെച്ചാ ഇവളെന്റെ ബോസ്, ഞാൻ വെറും സർവന്റ്. ശരിയാക്കി തരാം. ഹലോ സാർ, ഞാൻ റിസപ്ഷനിൽ നിന്ന്. നിങ്ങളുടെ കൂടെ വന്ന ഒരു സ്ത്രീ പുറത്തുണ്ടായിരുന്നു. ആ, മൈഥിലി എന്ന അവരുടെ പേര്. അവര് നടക്കാൻ ഇറങ്ങിയതാ, കാണാത്തോണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഓ, ഇപ്പൊ അവര് തിരിച്ചു വന്നു. ഓക്കെ സാർ. ശരി. കാർത്തിയേട്ടാ, ഈ മൈഥിലി എനിക്കത്ര വിശ്വാസമില്ല. അവള് വല്ല ചതിയും പ്ലാൻ ചെയ്യുന്നുണ്ടോന്നാ എന്റെ പേടി. അതിനുള്ള ധൈര്യമൊന്നും ഇനി അവൾക്കുണ്ടാവില്ല. ദേ, ഹണിമൂണാ. മൈഥിലിയോട് വഴക്കിട്ട് നമ്മുടെ സമയം വെറുതെ കളയരുത്. നീ എന്ന വാക്കിനുള്ളിൽ പ്രണയമാ. അതെ അതെ, ശരി. ഹലോ സാർ, കാർത്തിക് സാറല്ലേ? യെസ്, ഞാൻ ആനന്ദ്. ഇതെൻ്റെ മിസ്സിസ് ശ്രീപത്മ. ഹലോ സർ. ഹലോ. ഇന്നലെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഞങ്ങളെയും ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തതാ. ഓ, ഞാൻ പത്തനംതിട്ട ACPയാ. ഓ നൈസ്. ഇതെന്റെ വൈഫ് മീനാക്ഷി. ഹായ്. ഹലോ. ഞാൻ ടൈസൺ,
ആലപ്പുഴയിൽ നിന്നാ. ഇതെൻ്റെ മിസ്സിസ് ടെസ. ആ ഇനി നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പരിചയപ്പെടാം. ഓക്കെ, ശരി. ഓക്കെ. വൈശാഖെങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ട് വരുമോ എന്തോ. ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ആകെ പുലിവാലാവും. എത്ര വേഷം മാറി വന്നാലും പോലീസുകാരനാ കാർത്തിക്. കണ്ടുപിടിക്കും. ദൈവമേ വരല്ലേ.